രാഷ്ട്രീയ നിരീക്ഷകൻ എം എൻ കാരശ്ശേരി ടെലിഫോൺ ലൈനിൽ ചേരുന്നുണ്ട്. ശ്രീ എം എൻ കാരശ്ശേരി, ഈ മതനിരപേക്ഷത ഒരു മുഖമുദ്രയായി കൊണ്ടു നടക്കുന്ന ഇടതുപക്ഷം അതിനെ വലിയ രീതിയിൽ പ്രതിരോധത്തിലാക്കിയിരുന്നു ഈ ഒരു കൂടിക്കാഴ്ച. ഈ ഒരു തീരുമാനത്തോടുകൂടി ആ പ്രതിരോധത്തിൽ അല്ലെങ്കിൽ പിന്നോട്ട് പോയ ഒരു സ്ഥിതിയിൽ നിന്ന് അല്പമെങ്കിലും അയവ് വരുമെന്ന് തോന്നാം. ശ്രീ ഇ.പി. ജയരാജൻ ബി.ജെ.പിയുടെ സമുന്നത നേതാവുമായിട്ടൊരു രഹസ്യ സംഭാഷണം നടത്തി എന്നുള്ള വാർത്ത കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ തൊട്ട് തലേന്ന് വന്നത് LDF-ന് വലിയ പരിക്ക് ഉണ്ടാക്കി എന്നാണ് വിചാരിക്കുന്നത്. പൊതുവെ ആളുകളൊക്കെ വിചാരിക്കുന്നത് അങ്ങനെയാണ്. കാരണം പിണറായി കേസ് തുടങ്ങിയുള്ള പല കാര്യങ്ങളിലും ബി.ജെ.പിയും CPM-ഉമായിട്ട് ഒരു രഹസ്യ ബന്ധമുണ്ട് എന്നൊരു ധാരണ പരക്കാൻ അത് സഹായിച്ചിട്ടുണ്ട്. ആ രഹസ്യബന്ധം ഇല്ലെങ്കിൽ അന്ന് തന്നെ വാസ്തവത്തിൽ ഇ.പി. ജയരാജനെ പുറത്താക്കേണ്ടതാണ്, അല്ലെങ്കിൽ അദ്ദേഹം സ്വയം പുറത്തു പോകേണ്ടതാണ്. ആ വാർത്ത അത്ര മാരകമായൊരു വാർത്തയായിരുന്നു. അത് ഒരു പ്രതിപക്ഷ രാഷ്ട്രീയക്കാരനോ അല്ലെങ്കിൽ ഇവിടുത്തെ ഏതെങ്കിലും മാധ്യമ പ്രവർത്തകനല്ല, ഒരു രാഷ്ട്രീയ ദല്ലാള് നന്ദകുമാറാണ് പുറത്തു കൊണ്ടുവന്നത്. ആ മൊത്തം രീതി വളരെ അഴുക്ക് നിറഞ്ഞ ഒന്നായിരുന്നു. അന്ന് തന്നെ അദ്ദേഹം പുറത്തു പോകണം, അല്ലെങ്കിൽ അദ്ദേഹത്തെ പുറത്താക്കേണ്ടതായിരുന്നു. അത് പുറത്താക്കിയില്ല എന്ന് പറഞ്ഞതിന് അർത്ഥം പിണറായി വിജയൻ അടക്കമുള്ള സമുന്നതരായ നേതാക്കന്മാരുടെ അറിവോടും അനുവാദത്തോടും കൂടിയാണ് ആ രഹസ്യ സംഭാഷണം നടന്നതെന്നാണ്. അതോടുകൂടി തീർച്ചയായിട്ടും CPM-ന്റെ വിശ്വാസ്യത മതന്യൂനപക്ഷങ്ങൾക്കിടയിൽ വളരെ കുറഞ്ഞു പോയിട്ടുണ്ട് എന്നുള്ളത് സത്യമാണ്. ഞാൻ മനസ്സിലാക്കുന്നത് ശരിയാണെങ്കിൽ ഈ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മുസ്ലിം വിഭാഗത്തിൽ ഒരു കക്ഷിയും LDF-ന് വോട്ട് ചെയ്തിട്ടില്ല എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ശരി, വളരെയധികം നന്ദി ശ്രീ എം എൻ കാരശ്ശേരി സംസാരിച്ചതിന്. അദ്ദേഹം പറഞ്ഞതുപോലെ ഈ മതന്യൂനപക്ഷ സമുദായങ്ങളെ ഒരു പരിധിവരെ പാർട്ടിക്കുള്ളിൽ നിന്ന് പാർട്ടിയോട് അടുക്കുന്നതിൽ നിന്ന് അതിനെ തടസ്സമായി നിന്നത് ഈ ഒരു പ്രതികരണം അല്ലെങ്കിൽ ഈ ഒരു കൂടിക്കാഴ്ച എന്നുള്ളതൊക്കെ അങ്ങനെയും വ്യാഖ്യാനിക്കുന്നുണ്ട്. എന്തായാലും നമ്മൾ ഇനി പ്രതീക്ഷിക്കുന്നത് പാർട്ടിയുടെ പ്രതികരണം, ഇ.പി. ജയരാജന്റെ പ്രതികരണം, പകരം ആര്, ഈ 3 ചോദ്യങ്ങൾക്കാണ് ഇനി ഉത്തരം അറിയേണ്ടത്.